എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ഇനി ആർക്കും തടയാൻ കഴിയില്ല, തെളിവുണ്ടെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ കിളിയുടെ ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആർക്കും ഇനി തടയാൻ കഴിയില്ല. ഒരുപാട് പേര് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തടയാനും അതെന്നും ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഇനി വിജയിക്കില്ല. നിങ്ങളുടെ വ്യക്തിയും വളരെ പോസിറ്റീവായിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാർ നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ നിങ്ങൾ അടുത്തു. ആ വ്യക്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ഇഷ്ടം, സ്നേഹം തോന്നി. പക്ഷെ പിന്നീട് ചില പ്രതിബന്ധങ്ങൾ അതിലുണ്ടായി. അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, ചില തെറ്റിദ്ധരിപ്പിക്കലുകൾ, അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ ചില അകൽച്ചകൾ ഉണ്ടാകുകയും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു അകൽച്ചയ്ക്ക് പാത്രമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ അകൽച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. വീണ്ടും ആ വ്യക്തിയുമായിട്ടൊന്ന് ഒരുമിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ചില ആളുകൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടൊന്ന് അടുക്കാനായിട്ട് വല്ലാതെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾ നടത്തിയ കിംവദന്തികൾ, നിങ്ങൾക്ക് മനസ്സിൽ തന്നെ തോന്നിയ ചില പുറംവലിയലുകൾ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയ ആ വ്യക്തിക്ക് വെറുപ്പായിരിക്കും, അതുകൊണ്ട് ഞാൻ പുറംവലിയുകയാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസരം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടം മനസ്സിൽ തോന്നിയിരിക്കുന്നു. ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഒരുമിച്ച് ജീവിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്നേഹത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് നിങ്ങളും ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ പഴയതിലും ദൃഢമായിട്ട് അടുക്കാൻ പോവുകയാണ്. പണ്ട് സ്വല്പം ഭയവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താകുമെന്നുള്ളൊരു ഉറപ്പും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ, മാത്രമല്ല പരസ്പരം കൂടുതലും മനസ്സിലാക്കാതെയൊക്കെ ഇരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ, അതിനാർക്കും തടയാനും കഴിയില്ല. ആര് വിചാരിച്ചാലും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തടയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പലരും തടയാൻ ശ്രമിച്ച് അതിൽ താൽക്കാലികമായിട്ടൊക്കെ വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കാനും കുറഞ്ഞ വശം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അതിനൊന്നും അവർക്ക് കഴിയുകയില്ല. അവരുടെ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ സംജാതമായിരിക്കുന്നു. ഇനി നിങ്ങൾക്കും ആ വ്യക്തിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറികടന്നുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒന്നാകാൻ കഴിയുന്നൊരവസ്ഥ സംജാതമാകുന്നു. ഒരിക്കലും ഇനി ഒരു പ്രതിസന്ധിയില്ലാതെ, പ്രശ്നമില്ലാതെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം നിങ്ങൾക്ക് കൈവരുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് തത്തമ്മ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. തത്തമ്മയെ ഫയലായി കണ്ട വ്യക്തികളുടെ റീഡിങ്ങാണ്. ഒരുപാട് തരത്തിലുള്ള തലക്കനം നിങ്ങളോട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളെത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും, നിങ്ങളെത്ര പരസ്പരം അടുക്കാനൊക്കെ ശ്രമിച്ചിട്ട് ആ വ്യക്തി പുറമേ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. വളരെയധികം നിങ്ങളുമായിട്ട് അടുപ്പം കാത്തു സൂക്ഷിക്കാനൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നപ്പോൾ നിങ്ങളോട് അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ തനിക്കത് നല്ലതാവില്ല, അല്ലെങ്കിൽ തൻ്റെ വില പോകുമെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മനസ്സിൽ തെല്ലോ അഹങ്കാരമോ
ഞാനെന്ന ഭാവവും അഹംഭാവവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് അടുക്കാതിരുന്നൊരു വ്യക്തി. പലപ്പോഴും ആ വ്യക്തി കരുതിയിരുന്നത് നിങ്ങളുടെ സ്നേഹം വാങ്ങിക്കാൻ തന്നെയാണ്. പക്ഷെ അത് തുറന്നു പറയാനും ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ പുറകെ നടക്കാനും ആ വ്യക്തിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ പുറകെ നടക്കുന്നത്, താനങ്ങനെ സ്നേഹത്തിന് വേണ്ടി പുറകെ നടക്കുന്നത് തൻ്റെ അഭിമാനക്ഷതത്തിന് കാരണമാകും, അല്ലെങ്കിൽ തൻ്റെ അഭിമാനത്തിനത് ക്ഷതമാണ് എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് ചിന്തിച്ചൊരു വ്യക്തി. സ്വല്പം തലക്കനത്തോടെ, സ്വല്പം തലയെടുപ്പോടെ തൻ്റെ വില പോകും താൻ സ്നേഹമാണെന്ന് പറഞ്ഞാൽ. ആ ആൾ എന്നെ വന്ന് സ്നേഹിക്കട്ടെ, ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെ വന്ന് സ്നേഹിക്കട്ടെ, അല്ലാതെ ഞാൻ ആ ആളുടെ സ്നേഹത്തിന് പുറകെ പോവുകയില്ല എന്നുള്ള ഒരു മനോഭാവത്തോടെ ജീവിച്ച് പോരുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും വലിയ ദുരഭിമാനം, അഭിമാനം എന്നല്ല എന്നെ പറയേണ്ടത്, ദുരഭിമാനം പുലർത്തിയിരുന്ന ആളാണ്. ഓരോ കാര്യത്തിലും താൻ വലിയ ആളാണെന്നുള്ളൊരു ചിന്ത, ഉള്ളിൽ നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും താൻ വലിയൊരാളാണെന്നുള്ള ചിന്തയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരെയും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആരുടെ മുമ്പിലും താഴാൻ ഇഷ്ടമില്ല, ആർക്കും വിധേയനോ വിധേയയാകാൻ ഇഷ്ടപ്പെടുന്നില്ല. തലക്കനത്തോടുകൂടി എപ്പോഴും ജീവിക്കുക. തൻ്റെ അഭിമാനമാണ് ഏറ്റവും വലുത്. അത് പലപ്പോഴും ദുരഭിമാനമായി പോയിട്ടുണ്ട്. ആ രീതിയിൽ കുറേ ശത്രുക്കളും കുറേ നേട്ടങ്ങൾ നഷ്ടപ്പെടുത്തിയൊക്കെ ആ വ്യക്തി കളഞ്ഞിട്ടുണ്ട്. കാരണം ആ വ്യക്തിക്ക് താൻ വലിയ ആളാണ്, തൻ്റെ സൗന്ദര്യത്തിലും തൻ്റെ കരിയറിലും തൻ്റെ ജീവിതത്തിലെ മുന്നേറ്റത്തിലൊക്കെ ഇതെല്ലാം അഹങ്കരിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട് നിങ്ങളെ പലപ്പോഴും അംഗീകരിക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട് ആ വ്യക്തി. അത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യവുമാണ്. പലപ്പോഴും നിങ്ങളെ പരിഗണിക്കാതെ, നിങ്ങളെ ഉൾക്കൊള്ളാതെ ഒക്കെ ആ വ്യക്തി മുന്നോട്ട് പോയി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ആ വ്യക്തി ചില അബദ്ധധാരണകളിൽ സ്വയമേവ വിശ്വസിക്കുകയോ, ആ വ്യക്തിയുമായിട്ട് അടുത്ത ചില ആളുകൾ നിങ്ങൾ ചെറുതാണെന്നോ, നിങ്ങൾ ശരിയല്ലെന്നോ, നിങ്ങളുമായിട്ട് ബന്ധം ചേരുന്നത് ആ വ്യക്തിയുടെ കരിയറിനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായി. അങ്ങനെ വൈരാഗ്യമുള്ളവർ എപ്പോഴും നിങ്ങൾക്കെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളെ ദുർബലപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നേരിട്ട് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ചില ചങ്കൂറ്റം ഇല്ലായ്മ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ വ്യക്തി നിങ്ങൾ ഒരുപാട് അവഗണിക്കാൻ ശ്രമിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് സ്നേഹം ഉള്ളപ്പോൾ പോലും ആ വ്യക്തി അവഗണിക്കാൻ ശ്രമിച്ചു. നിങ്ങളതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനൊരു ദൃഢത വരികയും അതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ വ്യക്തിക്ക് നഷ്ടബോധം തോന്നിയത്. ഇനിയും ഞാൻ മടിച്ചു നിന്ന, ഇനിയും ഞാൻ അഹങ്കാരം കാണിച്ചു നിന്ന എൻ്റെ വ്യക്തി എനിക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ പോകുന്നു, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി പുറകെ വരുന്നു. ഒരു നാണവുമില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം, ആ അവസ്ഥ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ സ്നേഹം സ്വീകരിക്കും. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി അത്ര ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത പോലെ സ്വീകരിച്ചു കൊള്ളുക. പക്ഷെ ആ വ്യക്തി അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും, സ്നേഹിക്കുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.